ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 5 ചെറിയുള്ളി തൊലി കളഞ്ഞതും, അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പുളിക്ക് പകരം ഞാനിവിടെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. പുളി യൂസ് ചെയ്യുന്നവർക്ക് പുളി യൂസ് ചെയ്യാം, തക്കാളി വേണമെന്നില്ല. ഞാനിവിടെ 1/2 കഷ്ണം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ആദ്യം തന്നെ പൊട്ടുകടല ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പൊട്ടുകടല ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പരിപ്പ് കടല നമുക്ക് ചൂടാക്കാതെ തന്നെ തേങ്ങയുടെ കൂടെ അരച്ച് ചട്നി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊട്ടുകടല അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അധികം മുരിച്ചെടുക്കൊന്നും വേണ്ട. ഞാനിതാ ഇവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മുടെ ജാറിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ 3/4 കപ്പ് തേങ്ങയും, അതോടൊപ്പം തന്നെ ചെറിയുള്ളിയും, അതുപോലെ നന്നാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണവും, പച്ചമുളക് ഞാനിവിടെ ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ തക്കാളിയാണ്. ചെറിയൊരു കഷ്ണം തക്കാളി മതി, അല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പച്ചയ്ക്ക് തന്നെ പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചട്നിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ അരച്ചെടുക്കാൻ ആവശ്യം വേണ്ട വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചട്നി ഒന്ന് അരച്ചെടുക്കാം. ഞാനിതവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വറവ് താളിച്ചെടുക്കുകയാണ്. ഞാനിവിടെ പൊട്ടുകടല വറുത്തെടുത്ത അതേ പാനിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളകാണ് ഞാനിവിടെ പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതേ ഉള്ളൂ. ചട്നി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഞാൻ ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇത് ചട്നി നന്നായി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ചട്നിയിലേക്ക് ചേർക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളമായിരിക്കണം, പച്ചവെള്ളം ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ചട്നിയാണിത്. ഇതുപോലെ ചട്നി തയ്യാറാക്കിയില്ലെങ്കിൽ ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.